ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കാര്യം ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞല്ലോ, കോൾഡും ഒച്ചയടപ്പും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അടുത്ത അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പാട്ടും ബഹളവും ഒക്കെ നടക്കുകയാണ്. എന്നാലും 2 ദിവസം അവധി കിട്ടിയപ്പോൾ 1-2 വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ആയിപ്പോകും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സംസാരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ബഹളമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഞാനൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 സ്റ്റെപ്പ് ഫേഷ്യലാണ്. ഇപ്പോൾ എന്നെ പോലെ ഡെയിലി ബസ്സിലും സ്കൂട്ടറിലും ഒക്കെ വെയിലും കാറ്റും ഒക്കെ അടിച്ച് യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 സ്റ്റെപ്പ് ഫേഷ്യലാണ്. ഇനി ആ ഐറ്റം ഏതാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ടൊമാറ്റോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ഫേഷ്യലാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എൻ്റെ കൊളീഗ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എന്നോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ക്യാമറ പിടിച്ചു തരുന്നത് ഹസ്ബൻഡാണോ എന്ന്. ശരിക്കും ഞാൻ ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഇതിൽ തക്കാളി എറിയാനായിട്ട് ഞാൻ ഹസ്ബൻഡിനെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് ഫേഷ്യലിലേക്ക് കിടക്കാം. ഏതൊരു ഫേഷ്യലിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് ആയിരിക്കും. ക്ലെൻസിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഞാൻ ഇവിടെ അതിനായിട്ട് ഉപയോഗിക്കുന്നത് കടലമാവും കേടും കൂടി മിക്സ് ചെയ്തെടുത്തേക്കാണ്. അതായത് ഈക്വൽ ക്വാണ്ടിറ്റി കടലമാവും കേടും കൂടി ഇതേപോലെ ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്കിൻ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബോട്ട് നെക്ക് ആയതുകൊണ്ട് എൻ്റെ മുമ്പിൽ കണ്ണാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫേസിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നെക്കിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ ഇതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം, കൂടുതൽ നല്ലതാണ്. അപ്പോൾ എന്നാലും 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി, കാരണം നമ്മളിതൊരു ക്ലെൻസർ ആയിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് ഈ തക്കാളി ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതി നമുക്ക്. നമുക്ക് ഈ ടൊമാറ്റോ ഇനി കുറച്ച് ഷുഗറിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ടൊമാറ്റോ കംപ്ലീറ്റ് ആയിട്ട് ഷുഗറിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും മസാജ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഹണി കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഹണിയിൽ മുക്കിയപ്പോൾ ആ ഷുഗർ ഫുള്ളായിട്ട് അങ്ങ് അതിലായി. സാധാരണ ഞാൻ ചെയ്യുന്നത് ഈ തക്കാളിയിലേക്ക് പഞ്ചസാരയും തേനും ഒക്കെ എടുത്ത് ഒഴിക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്തപ്പോഴത്തേക്കും പാത്രത്തിലെല്ലാം ആയിപ്പോയി. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ടൊമാറ്റോയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് മസാജ് ചെയ്യരുത്, ജെന്റിലായിട്ട് മസാജ് ചെയ്താൽ മതി.
നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പൊക്കെ മാറാനൊക്കെ വളരെ എഫക്റ്റീവാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ടവല് ഡ്രസ്സിൽ ഇട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഫ്രണ്ടിലോ അങ്ങനെ എന്തെങ്കിലും നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഫുള്ളാവും. കുറച്ച് കഴിയുമ്പോൾ ഈ ടൊമാറ്റോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരും. എങ്ങനെയൊക്കെ ഇറുക്കി പിടിച്ചാലും കുറച്ച് ജ്യൂസൊക്കെ അകത്തോട്ട് ചെയ്യും, നല്ല മധുരമായിരിക്കും. ഇവിടെയുള്ള ഡാർക്ക് സർക്കിളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവാണ്. ഇത് കൂടുതൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈവച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. ആ ഫേസിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു 2 സ്റ്റെപ്പ് ഫേഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.